എന്റെ അമ്മേ. ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കാം. നിക്കണ്ട, കാലി കഴിക്കും. എന്റെ സ്വപ്നത്തിലെന്നും ആ പഴയ കുറുന്തോട്ടി ഉണ്ടാവും. ആ, ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണേ, അല്ലെങ്കിൽ വാടിപ്പോവും. താങ്ക് യു. മുത്തശ്ശ, മനസ്സുണ്ടായിട്ട് പറഞ്ഞയക്കണമല്ല, മോളെ എന്നും ഈ മുത്തച്ഛനെ വിളിക്കണം. സമയം പോണു. നോക്കി നിൽക്കാതെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കടാ. അതെ, അവൻ ഡോക്ടറാ. ചേട്ടന്റെ മോനോട് പറ. എന്റെ മനും ഡോക്ടറാ, നീ അവിടെ നിൽക്കാ. എന്നാ ചേട്ടൻ തന്നെ എടുത്ത് വെക്കേ. ഞാനോ? ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ ലാലേട്ട എടുത്തു വെച്ചോളും. ലാലേട്ടാ, ലാലേട്ടാ. മോഹൻലാലിനാണോ വിളിച്ചത്? പെട്ടി എടുത്തു വെക്കാൻ മോഹൻലാൽ വരുവോ? ലാലേട്ടൻ മതി. എടുത്തു വെക്കടോ. വിക്രമ, പെട്ടി എടുത്ത് വെക്കേ. താൻ തന്നെ എടുത്തു വെച്ചാ മതി, അതാ അതിന്റെ ഒരു സ്റ്റൈൽ. എടാ, ബുദ്ധിയില്ലാത്ത കഴുത ഭാരം ചുമക്കും. ഹലോ, ഒന്ന് വേഗം പെട്രോ, മാവിന് വേദനിക്കൊന്നുമില്ല. ഹലോ, നമസ്കാരം. മാവേ, അതെ അതെ, മാവ് തന്നെയാ. വെട്ടി മുറിക്കില്ലേ? മാറി നിന്നോ, അല്ലെങ്കിൽ തലേ വീഴും. കാമഡി കാമഡി. ചെല്ല് ചെല്ല്, എന്തായാലും വരാനുള്ളത് വഴി തങ്ങൊന്നുമില്ലല്ലോ. ഓ, വാ വാ വാ. അയ്യോ, ഹേ മിസ്റ്റർ. അല്ല, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഈശ്വര, ഒന്ന് മാറിയിരുന്നെങ്കിൽ. ഒന്ന് മാറിയിരുന്നേ മാവ് ഇവിടെ തന്നെ ചെലവായി പോയനെ. അല്ല കാത്ത്. അല്ല, അത് മാഡത്തിന് ജോലിക്ക് പോകണ്ടല്ലോ, കാരണം മുമ്പിലേക്കാണ് കൊമ്പ് കുറിച്ചിരുന്നത്. അത് മുകളിലിരിക്കുന്ന ഒരുത്തന്റെ കൈ കിടക്കുന്ന കാര്യല്ലേ. സോറി മാഡം, 1 മണിക്കൂർ സമയം തന്നാൽ മതി, അതിനുള്ള ഞാനൊക്കെ വെട്ടിമുറിച്ച് ക്ലിയർ ആക്കി തരാം. 1 മണിക്കൂറോ? അപ്പോഴേക്കും എന്റെ ഫ്ലൈറ്റ് പോവും. ഓ, ടാക്സി വിളിക്കേ. പോയി വിളിക്കടാ. പോയി വിളിക്കടാ. നീ പോയി വിളിക്ക്. അയ്യോ, ടാക്സി വിളിക്കണ്ട, സമയം ഒരുപാട് വല്ലേ വിക്രമ. എനിക്ക് ടാക്സി വേണ്ട, ഞാൻ ആ ജീപ്പിൽ പൊക്കോളാം. അത് എന്റെ ജീപ്പാ. പോയ എല്ലാ പ്ലാനും തെറ്റി. അയ്യോ അയ്യോ, ജീപ്പി പോണ്ട, അത് ശരിയാവൂല. എന്താ ശരിയാവാത്തെ? എനിക്ക് ജീപ്പ് മതി. വണ്ടി എടു, താൻ ചെയ്ത കുറ്റല്ലേ? അത് ശരിയാ, ഒരു പ്രായച്ചിത്തം ആവട്ടെ. പോയാ ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ, എന്നിട്ട് താനും വാ 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 വാ. ഹലോ, ചെങ്കിൽ ദാദയല്ലേ? ഞാൻ വിക്രം ദാദയാണ്. ഞാൻ ലാലനാ. അതെ, വണ്ടി മാറി, അവള് ജീപ്പിലാ വരുന്നേ. ഒറ്റയ്ക്കാണോ? അല്ല, കൂടെ 2 പേരും കൂടിയുണ്ട്. 2 തല്ലി നിരത്തിയേക്ക്, ശത്രുക്കളാ. വണ്ടി നിർത്തുക. എന്തായാലും മോള് ഇവനോടൊപ്പം ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഞാനിപ്പോ ഡീസന്റാ. ലാലാ, ഇവിടെ വക്കീലേ വരുന്നേ. കോയ ഇങ്ങോട്ട് ഇറങ്ങുക. ഇറങ്ങടോ. താൻ അങ്ങോട്ട് കേറുക. അല്ല, ഞാൻ പോയാൽ ശരിയാവൂല അല്ലേ വിക്രമ? അതെ അതെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും. വഷളത്തരം പറയാതെ കേറോ അങ്ങോട്ട്. അല്ല, വിക്രമൻ കൂടെ വരട്ടെ. അക്രമം കാണിക്കരുത്. ഈ വക സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അങ്ങോട്ട് കേറോ. അല്ല, അങ്ങോട്ട് കേറോ. ഇത് കേറോ. വിക്രമ വിക്രമ വിക്രമ, എല്ലാം ദൈവനിശ്ചയം. വിക്രമ, അയ്യോ വിക്രമ. ഒന്ന് വേഗം കുടിക്കും മണിയേട്ടാ, വൈകുന്നേരത്തിന് മുമ്പ് കാസർഗോഡ് എത്തേണ്ടതാ. ചായ 168. എടോ, ചായ 168, അതായത് ചായ 168. കർത്താവേ, നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠൻ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ, എന്റെ കർത്താവേ മാമ്പഴമാകട്ടെ നീ, എന്റെ ഈശോയേ മാമ്പഴമാകട്ടെ നീ. ആരൊന്നും മിണ്ടാത്തെന്താന്ന്? ഞാനൊരു മരണം മുന്നിൽ കാണുന്ന അവസ്ഥയില. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. വേണ്ട, എന്നെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്തിന്? ഇന്ന് എനിക്ക് പ്രമാദമായ ഒരു കേസ് ബാധിക്കാനുള്ളതാ. കോടതി പോണം. ഈ ഞായറാഴ്ച ചെയ്ത് കോടതി? കോടതി അവിടെ ഉണ്ട്, പക്ഷെ കേസില്ല. എന്ന് എനിക്ക് സുഖമില്ല, ആശുപത്രി പോണ ഹെർണിയാ. നിർത്ത്, എനിക്കൊന്ന് ഇറങ്ങണം. അയ്യോ,
പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാനാണ് തുടങ്ങാം. വാ. ഇടിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി, ഞാൻ അഭിനയിച്ചോളാം. അയ്യോ, എനിക്ക് നോവുന്നുണ്ട്. പറഞ്ഞ പ്രകാരം ഞാൻ വീണ് കഴിഞ്ഞു. ഓ, ഞാൻ മരിക്കണമല്ലേ? ഹലോ. അനുഭവം എവിടെ? അനുപമയെ അവര് കൊണ്ടുപോയി. സന്തോഷം. ദുഃഖമില്ല. ആ, ഇതെന്തു പറ്റി? ഇടി കൊണ്ടപ്പം പറ്റിയതാ. അതിനിടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെയാ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് എനിക്ക് അടി കിട്ടിയില്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ അനുപമയെ കൊണ്ടുപോയതാരാ? എനിക്കറിയേല. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ മണികണ്ഠൻ പാർട്ടി എന്നെ തല്ലി ഓടിച്ചില്ലേ? അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. അപ്പോ എന്നെ തടഞ്ഞ ഗുണ്ടകളാരാ? സാർ, ഇത് അവന്റെ വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, അവന് ഈ പരിസരം വിട്ട് പോയിട്ടില്ല. അറസ്റ്റ് ചെയ്യും. നിർത്തൂ. എന്താ ഇപ്പൊ എല്ലാം മനസ്സിലായി. അനുപമയെ തട്ടിക്കൊണ്ടുപോയത് അവരാ. ലാലൻ വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയിൽ അത് എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ശ്രമമാ. അപ്പോ അനുപമ അവളെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അപകടമാ. സണ്ണിച്ച, തൽക്കാലം നീ എന്റെ വേഷത്തിൽ ഇവർക്ക് പിടികൊടുക്കണം. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതികളാവും. അവൻ അവളെ കൊന്നു കാണൂ. എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. അതെങ്ങനെ നിനക്കറിയാം? അത് ഈ ക്രിമിനൽസിന്റെ ഒരു സൈക്കോളജിയാണ് സാർ. ഈ വാളിൽ ചവിട്ടി പൊളിച്ച് അവനെ പുറത്തിറക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ശരിയാണ്. കോച്ചല്ലേ? അല്ലല്ല, സേരൻ, ചന്ദ്രസേരൻ, കോച്ചല്ലേ. ക്യാച്ച്. പിടിക്കണോ അവനെ? എടാ, നീ ചെയ്യുന്ന എല്ലാ തെറ്റിനും ശിക്ഷ അനുഭവിക്കുന്ന ഒരു പാവം കോച്ച. ആണ്ടെ, ആ കോച്ചിനെ സാർ അറിയോ? കണ്ടിട്ടില്ല, പക്ഷെ അറിയും. എന്റെ പെങ്ങൾ അൽഫോൺസെ കല്യാണം ആലോചിച്ച ആളാ. പക്ഷെ നീ ഉണ്ടാക്കി വെച്ച കുരുത്തക്കേട് കാരണം തെറ്റിദ്ധരിച്ച് അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അറിയണോ നിനക്ക്? സാറിന് എത്ര വേണേ തല്ലിക്കോ, പക്ഷെ ആ കോച്ച് നിരപരാധിയാ കേട്ടോ. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആക്കിയാട്ടെ. അക്കാര്യത്തിൽ നിനക്ക് എന്താ എത്ര വലിയ താല്പര്യം? അത് പിന്നെ കർത്താവാണ് ഇത് എന്റെ ഒരു അന്ത്യാഭിലാഷമാ. പ്ലീസ്. ഹലോ. ആ മോളെ, ഞാനാ. നീ ആ കോച്ച് സണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. അയാളുടെ അതേ രൂപത്തിലുള്ള ഒരു ക്രിമിനലിനെ എനിക്ക് കിട്ടി. ഒരു അനുപമയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ. ആണ്ടെ, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. അവനെ വെറുതെ വിടരുത് കേട്ടോ, ശരിക്കും കൊടുക്കണം. ഞാൻ അവനെ ശരിക്കും പെരുമാറിക്കൊണ്ടിരിക്കുക. ആ പിന്നെ കോച്ചിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെയൊന്നുമില്ല, അയാൾ നല്ലവനാ, പാവാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓക്കേ? ആ കോച്ച് ഇപ്പൊ വീട്ടിലുണ്ടാവുകയല്ല സാറേ. അത് നിനക്ക് എങ്ങനെ അറിയാമോ റാസ്കൽ? ഞാനൊരു ഊഹത്തിൽ പറഞ്ഞതാ. ഊഹം? പറയടാ, അനുപമ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയാൻ. സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല സാറേ.